നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഏവർക്കും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ. ഭാരതാംബയെ പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന BJP നിലപാടിനെതിരെ CPI തിരൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ദേശീയ പതാക ഉയർത്തി ചെടിനട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടി B. നന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന RSSന്റെ തിട്ടൂരം കേരളത്തിലും നടത്തുമെന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം രാജുവൻ നമ്മൾ കാണാനിടയായി. പരിസ്ഥിതി ദിനത്തിൽ ഇതുവരെ നാം ആഘോഷിക്കുന്നത് നല്ല രീതിയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാജുവൻ വെച്ചിട്ടുണ്ടോ തികച്ചും വളരെയധികം മോശമായി എന്ന് മാത്രമല്ല ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് കേരളത്തെ കാവി വലിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RSSന്റെ തിട്ടൂരം കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള തന്നെ അവരുടെ ഭാഗത്തു നിന്ന് വളരെ ആ പദവിക്ക് നിരക്കാത്ത ആ പദവിയുടെ അന്തസ്സിനെ ഭംഗം വരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ്. ആ ഗവർണറെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണമെന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയോട് CPI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രജീഷ് കാടായിൽ, KP ഹരീഷ് കുമാർ, രവി പള്ളീരി, KP ബാലകൃഷ്ണൻ, ബാബു, മണികണ്ഠൻ, വിനോജ് കാര്യാടൻ എന്നിവർ പങ്കെടുത്തു. CPI തലക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ BP അങ്ങാടിയിൽ ദേശീയ പതാക ഉയർത്തി ചെടി നട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി TJ രാജേഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AP രാജു, മണ്ഡലം കമ്മിറ്റി മെമ്പർ PT ഷെഫീഖ്, റഫസൽ, ഹേമന്ത്, ജവാദ്, ബാബു എന്നിവർ പങ്കെടുത്തു. ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദവനാട് ലോക്കൽ കമ്മിറ്റി കുറുമ്പത്തൂരിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടു. ബെറ്റർ ന്യൂസ് തിരൂർ. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.